ഹലോ ഗൈസ്, അപ്പം ഞാൻ കാച്ചിൽ നടാൻ നോക്കിയണ്ട. കാച്ചിൽ നടാൻ വന്നപ്പോൾ ഉണ്ടല്ല, അവിടെ കുഴിയെടുത്തപ്പോൾ കുറച്ച് മുട്ടകൾ കിട്ടി. അപ്പോൾ അത് എന്തിൻ്റെയെന്ന് നിങ്ങൾ നോക്കിക്കൊണ്ട് പറയണം കേട്ടോ. ആക്കിയാൽ നടുമ്പോൾ കാണിച്ചു തരാം. ഇനി കിട്ടുമെന്ന് പറഞ്ഞൂടാ, നോക്കട്ടെ. കട്ടാൻ പാടില്ല, കുഴിക്കാം. കുഴിയെടുക്കാൻ പറ്റുന്നില്ല. ഗൈസ്, നമുക്ക് ചവറിട്ട് കൊടുക്കട്ടെ. കാച്ചിലാണ് ഗൈസ് നടാൻ പോയി. ഒരു പൊട്ട മൺവെട്ടി ഉണ്ടായിരുന്നു, വെട്ടി ഞാൻ നടട്ടെ കേട്ടോ. ഗൈസ്, നമുക്ക് ചവറിട്ട് കൊടുക്കട്ടെ. കാച്ചിൽ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു ചവറിട്ട് കൊടുക്കാം. ഞാനപ്പോൾ നിറച്ചൊക്കെ മുഴുവൻ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അടുക്കുമല്ല. അത് കാരണം ഞാൻ കുറേ നിറച്ചിട്ടുണ്ട്. കാച്ചിൽ വെച്ച് കൊടുത്തെങ്കിലും കണ്ട മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ കാച്ചിൽ കണ്ടിട്ടാ. കാച്ചിലിന് കുഴിയൊക്കെ എടുക്കണം നിങ്ങൾ കണ്ടില്ല. അപ്പോൾ ഇത്തിരി നീളം കൂടിയ വീഡിയോ ഉണ്ടോ, എല്ലാവരും കാണണം. അപ്പം നമുക്ക് എല്ലാവർക്കും പറ്റുവട്ടെ ഈ കാച്ചിലൊക്കെ നടാൻ. കാര്യം കുറച്ച് സ്ഥലം എനിക്കുള്ളൂ, 10 സെൻറ്റൊക്കെ ഉള്ളിട്ടാ. എന്നാലും ഞാൻ ഇതൊക്കെ നട്ട് നിറയും. പറമ്പിൽ ഉഞ്ഞൊന്നും സ്ഥലമില്ല, എന്നാലും ഇടയിൽ കൂടെ ഉണ്ട്. പക്ഷേ ചോലയിൽ പോയി അങ്ങനെ. അപ്പം ഞാൻ കാച്ചിൽ രാവിലെ നട്ട്. നമ്മൾ കാച്ചിലും അതും സാധനങ്ങളും കുഴിയെടുത്ത് നടന്ന സാധനങ്ങളും പെട്ടെന്ന് വാടിപ്പോണതൊക്കെ രാവിലെ നടണം, അല്ലെങ്കിൽ വൈകിട്ട് സന്ധ്യാവാറാകുമ്പോഴേക്കും നടണം. സൂര്യൻ ചായഞ്ഞ് കഴിയുമ്പോൾ നടണം. അപ്പം ഈ സാധനങ്ങൾ പിടിച്ചോളും, വേരൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചോളും. അപ്പം ഞാൻ കാച്ചിൽ നട്ടത് നിങ്ങൾ കണ്ടില്ലേ, കുഴി എടുക്കണത് കണ്ട. അപ്പം ഞാനിപ്പോൾ നട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ നേരം കുഴി എടുത്ത നേരത്ത് കുറച്ച് മുട്ട കിട്ടി. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് അങ്ങനെ കിട്ടി. എന്നിട്ട് ഞാനത് അന്ന് നീക്കി വെച്ച്. അതെന്തോ പക്ഷേ എടുത്തുകൊണ്ടും പോയി വിരിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം ഇന്ന് ഞാനത് എടുത്ത് നീക്കി വെച്ച്. ഇപ്പം അത് കാക്ക എന്തോ പരുന്താണെന്ന് കൊണ്ടുപോയി കാണാനില്ല. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഒന്നും. അപ്പം ഞാനിപ്പോൾ അത് അവിടെ കാച്ചിലായിട്ട് കാണിച്ചു തരട്ടെ. അതെന്തിൻ്റെ എണ്ണ ഒന്നില്ലെങ്കിൽ കുളക്കോഴിയുണ്ട് ഇവിടെ ഇഷ്ടമാതിര. കുളന്തി ഇവിടെ ഉണ്ട്. ഞാൻ കാണുന്നത് കുളമാണ് ആടൊക്കെ പിടിച്ച് നിൽക്കണത്. അപ്പം ഒന്നില്ലെങ്കിൽ ആ കുളത്തിലൊക്കെ കോഴി വന്ന് ഇവിടെ മുട്ടയിടാറുണ്ട്. ഇവിടെ വരും, മുട്ടയിടുന്നതാണെന്നാണ് ഇവിടെ. എന്നാലും വേറെ കുഴി മണ്ടിട്ട് ഇവിടെയൊക്കെ. അപ്പം ആ മുട്ടയിട്ട് ചിലപ്പോൾ വെച്ചാക്കണതായിരിക്കും, അല്ലെങ്കിൽ ആമടയായിരിക്കും. പാമ്പിൻ്റെ മുട്ടയല്ല തോന്നണത്. പാമ്പിൻ്റെ മുട്ട അങ്ങനെയല്ല. ഇതേണ്ട, ഇതാണ് ഞാൻ നട്ട് വെച്ചാക്കണത്. ഒരെണ്ണം അപ്പുറം നട്ട് വെച്ചിട്ടുണ്ട്. എന്താ
അപ്പം ഈ വീഡിയോ ഒന്ന് ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ പാക്കലാം. അതുവരേക്കും ടാറ്റാ. ഹലോ ഗൈസ്, അപ്പം ഞാൻ കാച്ചിൽ നടാനായിട്ട് കുഴിച്ചപ്പോൾ കിട്ടിയ മുട്ടയുണ്ട്. ഇത് ആമടയാണെന്ന് തോന്നണം കണ്ടിട്ട്. ആമയാണ് സാധാരണ മണ്ണിൽ വന്നിരുന്ന് ഇങ്ങനെ മുട്ടയിട്ടുണ്ട്. പാമ്പിൻ്റെ എല്ലാം തോന്നുന്നു. അപ്പോൾ ഇത് കമൻറ്റിൽ കൂടെ പറയാട്ടെ, എന്താണ് എന്ത് മുട്ടയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി പറയാം. ഞാൻ കാച്ചിൽ നടാൻ കുഴി എടുത്തതാണ്.